എന്റെ പ്രിയപ്പെട്ട പപ്പിമോൾക്ക്, എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ പപ്പിമോൾ വായിക്കുവാൻ എഴുതുന്നതെന്തെന്നാലേറെ പീരീശത്തിൽ ചൊല്ലിയിടുന്നു ഐ ലവ് യു. എഴുതിയറിക്കുവാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെന്തു വഴിയുണ്ട്? ഞാനൊന്നു ചോദിക്കട്ടെ. നിനക്ക് സുഖം തന്നെയല്ലേ പപ്പി? കഴിഞ്ഞ 5 വർഷം മുമ്പ് നിന്നെ ഞാൻ കാണുമ്പോൾ ഒരിക്കലും കരുതിയിരുന്നില്ല നീ എന്റെ പ്രിയ സഖിയാകുമെന്ന്. നിന്നെ പെണ്ണ് കാണാൻ വന്ന് ചായ കുടിക്കുന്നതുവരെ നമ്മൾ മാച്ചാവില്ല എന്നുറപ്പിച്ച ഞാൻ എനിക്ക് ഈ വിവാഹം വേണ്ട എന്ന് കരുതിയാണ് നിന്റെ വീടിന്റെ പടിയിറങ്ങിയത്. പക്ഷെ നിന്റെ ഉമ്മ എനിക്കന്ന് തന്ന ചായയിൽ എന്തോ പൊടി കലക്കി തന്ന് എന്റെ മനസ്സ് മാറ്റിക്കളഞ്ഞു മോളെ. വീട്ടിൽ തിരിച്ചെത്തിയ ഞാൻ എന്റെ ഭാര്യയായി പപ്പിമോൾ തന്നെ മതി എന്നങ്ങോട്ട് തീരുമാനിച്ചു. അത്രയ്ക്ക് ശക്തി ഉണ്ടായിരുന്നു നിന്റെ ഉമ്മ എനിക്ക് ചായ കലക്കി തന്ന പൊടിക്ക്. നിന്റെ പ്രായം വെച്ച് നോക്കുമ്പോ ഒരു ഫാഷനും ഇല്ലാത്ത മുണ്ടും ഷർട്ടും മാത്രം ധരിക്കുന്ന ഒരു പക്ക രാഷ്ട്രീയക്കാരനായ എന്നെ നിന്റേതായ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് എന്റെ മാത്രം ഇഷ്ടങ്ങൾക്കൊപ്പം ജീവിക്കാൻ നീ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, എനിക്ക് നിന്നെ കൂടുതൽ ഇഷ്ടമുള്ളവളാക്കി മാറ്റി. എന്റെ എല്ലാ കുറവുകളും നീ പോസിറ്റീവായി എടുത്തു. എന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നീ ഒപ്പം കൂടി. എന്റെ വിജയങ്ങൾക്ക് പിന്നിലെ കരുത്ത് നീയായി മാറി. നീ എന്നെ പുതിയൊരു കൃത്യതയുള്ള വ്യക്തിയാക്കി മാറ്റിയെടുത്തു. ഞാനൊരു ജനപ്രതിനിധിയായ 5 വർഷമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയത്. നീ എന്റെ ജീവിതത്തിൽ കടന്നു വന്നതും ഈ 5 വർഷങ്ങളിൽ തന്നെ. ഈ സമയം എന്റെ തിരക്കിനിടയിൽ നിന്നോടൊപ്പം അധിക സമയം ചെലവഴിക്കാനോ മറ്റു ദമ്പതികളെ പോലെ നിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പുറത്തുപോയി ഉല്ലസിക്കാനോ സന്തോഷം തരുവാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. ഈ ചെറിയ പ്രായത്തിൽ എന്റെ ഉമ്മയെയും നമ്മുടെ മകളെയും എന്റെയും കാര്യങ്ങൾ മാത്രം നോക്കി ദിവസങ്ങൾ എണ്ണി നീക്കുന്ന നിന്റെ മരവിപ്പ് ഞാൻ കാണുന്നു. അതിന്റെ എല്ലാം 10 മടങ്ങ് സ്നേഹം ഞാൻ നിനക്ക് ജീവിതമായി തിരിച്ചു നൽകുന്നുണ്ട്. സ്നേഹം പുറത്തു കാണിക്കാൻ അറിയാത്ത എന്റെ ഹൃദയം നിറയെ നിന്നോടുള്ള സ്നേഹമാണ് മോളെ. അത് നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ജീവനുള്ള കാലം നിനക്ക് ഒരു തരത്തിലും വേദനിക്കേണ്ടി വരില്ല. നീ ആശിച്ചിടത്തെല്ലാം ഞാൻ നിന്നെ കൊണ്ടുപോകും. നിന്നെ അവഗണിച്ചവരെ കൊണ്ടെല്ലാം ഞാൻ നിന്നെ അംഗീകരിപ്പിക്കും. സലീമിന്റെ ഭാര്യയായതിൽ നിനക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ടാക്കും തീർച്ച. ഞാനൊരു ഭാഗ്യവാനായതുകൊണ്ടാണ് നിന്നെ എനിക്ക് ഇണയായി ലഭിച്ചത്. എല്ലാ അർത്ഥത്തിലും നീ ഒരു ഉത്തമയായ ഭാര്യയാണ്. എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. നിന്നോടുള്ള സ്നേഹം അനന്തവും. നീ ഓർക്കുന്നോ എന്റെ ഉമ്മയുമായി വഴക്കുകൂടിയതിന് നീ ഗർഭിണിയായിരിക്കുമ്പോൾ നിന്നെ ഞാൻ ആദ്യമായും അവസാനമായും തല്ലിയത്? അന്ന് നീ ഒന്ന് തിരിച്ചു തല്ലിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ കിടന്നു പോയേനെ. ഭാഗ്യത്തിന് അന്ന് നീ എന്നോട് ക്ഷമിച്ചു. ദരിദ്രനായ എന്റെ ജീവിതത്തിൽ ഇന്ന് എനിക്കുണ്ടായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചത് നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. ഞാൻ മെമ്പറായതും നമുക്ക് സ്വന്തമായി വീടുണ്ടായതും നമ്മളൊരു ചെറിയ വാഹനം വാങ്ങിയതും എല്ലാം. എന്ത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും അതെല്ലാം ഏതെങ്കിലും വഴി സുഗമമായി നടന്നു പോകുന്നത് നിന്റെ കൂടി പ്രാർത്ഥന ഉള്ളത് കൊണ്ട് ഒന്ന് മാത്രമാണ്. നീ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും നൽകാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള നമ്മുടെ ജീവിതയാത്രയിൽ നിനക്കായി ഞാൻ ചെയ്തു തീർക്കും. എന്നിൽ നിന്ന് സംഭവിച്ച ചെറിയ തെറ്റുകൾ പുറത്ത് നമ്മുടെ ചെറിയ ജീവിതത്തെ വലിയ വലിയ സന്തോഷമാക്കി തീർക്കുന്ന നിന്റെ ചിരിച്ച മുഖം, അതാണ് ഈ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം. നിന്നെ എനിക്ക് ഇണയാക്കി തന്നതിന് ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്റെ പ്രാണനായി, ജീവന്റെ ജീവനായി. എന്നിണക്കിളിയുടെ നൊമ്പരഗാനം കേട്ടിന്നലെയുറങ്ങാതെ ഞാനിരുന്നു. നിർത്തട്ടെ മോളെ. നിറഞ്ഞ സ്നേഹത്തോടെ നിന്റെ സ്വന്തം ഇക്കു. Salim, I love you. Also, എനിക്ക് വേണ്ടി ഒരു ലവ് ലെറ്റർ എഴുതും. ബബിത എങ്ങനെ ഉണ്ടായിരുന്നു?